അർജുന്റെ ഹൃദയവുമായി കണ്ണൂരിൽ നിന്ന് ആംബുലൻസ് പുറപ്പെട്ടു എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അത് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വളരെ വേഗത്തിൽ പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഗതാഗത ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാണ്. അജീഷ് ചേരുന്നു. അജീഷ്, ആംബുലൻസ് എവിടെ വരെ എത്തി? ഹാഷ്മി, അമൃത, എന്തായാലും ഈ കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ നിന്ന് അർജുൻ്റെ ഹൃദയവുമായി ആംബുലൻസ് പുറപ്പെട്ടു കഴിഞ്ഞു. അല്പസമയം മുമ്പാണ്, അതായത് ഒരു 2 മിനിറ്റ് മുൻപാണ് ആംബുലൻസ് ഇവിടുന്ന് പുറപ്പെട്ടത്. നേരെ കണ്ണൂരിലെ DSC സെൻറ്ററിലേക്കായിരിക്കും, കണ്ടോൺമെൻറ്റ് മേഖലയിലായിരിക്കും, അവിടുത്തെ ഹെലിപ്പാഡിലേക്കായിരിക്കും ഈ ആംബുലൻസ് ചെല്ലുന്നത്. കഷ്ടിച്ച് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് അത്രയും മാത്രമാണ് അവിടുന്ന് ദൂരം എടുക്കുക. പക്ഷേ ഇതിനിടയിൽ ഈ താഴെ ചൊവ്വ, മേലെ ചൊവ്വ പോലുള്ള സ്ഥലങ്ങളിൽ കടുത്ത ഗതാഗത പ്രശ്നമുണ്ട്. പക്ഷേ പോലീസിൻ്റെ സുരക്ഷാ അകമ്പടിയുണ്ട്. ഗതാഗത ക്രമീകരണങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പോലീസ് സജ്ജമാക്കിയിരുന്നു. സ്വാഭാവികമായിട്ടും അതെല്ലാം കടന്ന് അവിടെ ഇതൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ എത്തും. അതിനുശേഷമായിരിക്കും അവിടെ ഈ ഡിഫൻസ് സെക്യൂരിറ്റി കോപ്സിൻ്റെ അവിടുത്തെ ഹെലിപ്പാഡിൽ സജ്ജീകരിച്ചിരിക്കുന്ന എയർ ആംബുലൻസിൽ ഈ ഹൃദയവുമായി കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് തിരിക്കുക. എന്തായാലും മറ്റ് 2 അവയവങ്ങൾ, അത് ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മറ്റൊന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകാനാണ്. അതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസുകളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ ഇവിടുന്ന് തിരിക്കും. അത് ബൈ റോഡ് ഇവിടുന്ന് നേരെ കാലിക്കറ്റിലേക്കായിരിക്കും, കോഴിക്കോടേക്കായിരിക്കും കൊണ്ടുപോവുക. അതിന് വേണ്ടിയിട്ടുള്ള പോലീസിൻ്റെ സുരക്ഷാ അകമ്പടിയും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു പ്ലാൻ നേരത്തെ തന്നെ തയ്യാറാക്കിയ ഒരു പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് രണ്ടും തിരിക്കുക. അല്പസമയത്തിനകം തന്നെ ആയിരിക്കും ഈ 2 അവയവങ്ങൾ കൂടി ഈ ആസ്റ്റർ മിംസ് ആശുപത്രിയിൽ നിന്ന് തിരിക്കുക. എന്തായാലും അർജുൻ്റെ 23-കാരനായ അർജുൻ്റെ നാടിന് അധികം വേദനയായ മരണമായിരുന്നു. പക്ഷേ 4 പേർക്ക് പൊതുജീവനേകുന്ന വലിയൊരു ആശ്വാസമായ തീരുമാനമാണ് ആ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.